തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മനോജ് ചേരുകയാണ്. മനോജ്, സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും പോരാതെ വരും. എല്ലാ ട്രെയിനുകളും തിങ്ങി നിറഞ്ഞ് അമ്മമാരും സഹോദരിമാരും ഒക്കെ പൊങ്കാല അർപ്പിച്ച് അവർ വീടുകളിലേക്ക് മടങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എന്താണ് ഗോകുൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അതുതന്നെയാണ്, തമ്പാനൂരിലേക്ക് എത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് ഭക്തർ ഇങ്ങനെ ഒഴുകി എത്തുന്നുണ്ട്. പൊങ്കാലയൊക്കെ അർപ്പിച്ച് അങ്ങനെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു തിടുക്കമാണ്. എല്ലാവരും അങ്ങനെ ഓടിയെത്തുകയാണ് ട്രെയിനിൽ സീറ്റ് പിടിക്കാനൊക്കെ വേണ്ടി. നമുക്കിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം, അതായത് സ്പെഷ്യൽ ട്രെയിനാണ് ഇത്. കൊല്ലം വഴി ആലപ്പുഴ വഴിയൊക്കെ പോകുന്ന ട്രെയിനുകളുണ്ട്. അതിലൊക്കെ തന്നെ നിറയെ ആൾക്കാർ ഇപ്പോൾ തന്നെ കയറി തങ്ങളുടെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരം അവിടെ പൊങ്കാല അർപ്പിച്ച് നിന്ന ശേഷം ഇനി നാട്ടിലേക്ക് തിരികെ പോകാനുള്ളതാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിയവരുണ്ട്. അവരൊക്കെ ഇനി നാട്ടിലേക്ക് പോകാനുള്ള കാത്തിരിപ്പിലാണ്. അമ്മ എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ? എന്നോട് ചോദിച്ചത് പുഴുക്ക് വേണോ നിങ്ങൾക്ക്? അതാ പുഴുക്കൊക്കെ ഉണ്ട്. അതായത് എന്തൊക്കെയായിരുന്നു ഇത്തവണ ഇട്ടത്? എങ്ങനെ? പുഴുക്ക്, തിരളിയപ്പം, പായസം. സീറ്റൊക്കെ കിട്ടി. ഇനി നാട്ടിലേക്ക് പോകാനുള്ള അങ്ങനെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു തിടുക്കം. ഇനി വീട്ടിലെ ആൾക്കാരൊക്കെ കാത്തിരിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുന്നു. ട്രെയിനിൽ സീറ്റൊക്കെ കിട്ടി. കിട്ടി. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യമേ ഓടിയെത്തിയോ? ആദ്യം ഓടിയെത്തി. തീർച്ചയായും ഈ ട്രെയിൻ ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ ട്രെയിനാണ്. അതോടൊപ്പം തന്നെ RPFൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരൊക്കെ കൃത്യമായും ഇവിടേക്ക് എത്തുന്ന ഭക്തരെ നിയന്ത്രിച്ച് ട്രെയിനിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി അവരെ ഓരോ ട്രെയിനുകളിലായി കയറ്റുകയാണ്. തീർച്ചയായും റെയിൽവേ മന്ത്രാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്തർക്ക് ഏറെ സഹായകരമാകുന്ന രീതിയിലാണ് ഇത്തവണത്തെ ക്രമീകരണങ്ങൾ. ആവശ്യത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഭക്തർ ഇങ്ങോട്ട് എത്തുമ്പോൾ അവരെ കൃത്യമായും നിയന്ത്രിച്ച് ട്രെയിനുകൾക്കുള്ളിലേക്ക് കയറ്റാനായി ഉദ്യോഗസ്ഥർ ഇവിടെ സജ്ജമാണ്. എന്തായാലും നിരവധി ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഇത്തവണ ഉണ്ടല്ലോ. ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിലാണ്. ആവശ്യത്തിൽ കൂടുതൽ ട്രെയിനുണ്ട് ഇത്തവണ. ശരിക്കും ട്രെയിനുകൾ ഇത്തവണ റെയിൽവേ ഇട്ടിട്ടുണ്ട്. പാസഞ്ചർ ട്രെയിനുകൾ അധികമായി ഇട്ടിട്ടുണ്ട്. എത്തുന്നവരൊക്കെ ക്രമീകരിച്ച് കയറ്റുന്നത് എല്ലാ സംവിധാനവും റെയിൽവേ ഇത്തവണ ചെയ്തിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും അങ്ങനെയാണ്. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വളരെ സജീവമായിട്ട് തന്നെ അവരെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അതോടൊപ്പം ഭക്തരെത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ഓടിയെത്തുകയാണ്. ട്രെയിനിൽ സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ പൊങ്കാലയും മറ്റ് തെരളിയും ഒരുപാട് വിഭവങ്ങളുമായി അവരിങ്ങനെ എത്തുന്നത് നാട്ടിലേക്ക് ഉള്ള മടക്കയാത്രയിലാണ്. ഇനി ഓരോ വർഷത്തെയും കാത്തിരിപ്പാണ് അവരുടെ. മനോജ്, ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ ട്രെയിന് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. ഇങ്ങോട്ടേക്ക് പൊങ്കാലയ്ക്ക് തലേ ദിവസവും എല്ലാ സ്റ്റേഷനിലും വണ്ടികൾ നിർത്തും. തിരികെ പോകുമ്പോഴും അത് സൂപ്പർ ഫാസ്റ്റ് ആയാലും ഏത് തരം ട്രെയിൻ ആയാലും എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. ആളുകളെ അതാത് സ്റ്റേഷനിൽ ഇറക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക സംവിധാനം. അപ്പോൾ തീവണ്ടികൾ നിറയുന്നത് അനുസരിച്ച് അത് പോകും. എല്ലാ സ്റ്റോപ്പുകളിലും ഈ ഭക്തരെ ഇറക്കി കൊണ്ടുള്ള ഒരു യാത്രയായിരിക്കുമല്ലോ ഈ തീവണ്ടികൾക്ക് ഇന്നുള്ളത്. മനോജ്, തീർച്ചയായും അതുതന്നെയാണ്. ഓരോ ജില്ലകളിലും സ്റ്റോപ്പുകളുണ്ട് എന്നതാണ്. അതായത് വിവിധ ഇടങ്ങളിൽ നിന്ന് ആയി എത്തിയിട്ടുള്ള ഭക്തരാണ്. അവർക്ക് തിരികെ വീട്ടിൽ കൃത്യസമയത്ത് എത്തേണ്ടതുണ്ട്. അവരെ കാത്ത് ഒരുപാട് പേർ വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് എത്തിയവർക്ക് തിരികെ മടങ്ങാനുള്ള സംവിധാനം അത് റെയിൽവേ മന്ത്രാലയം ഏറെ സഹായകരമാകുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ചിലരൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അടുത്ത ട്രെയിൻ വേണ്ടി. ഓരോ ട്രെയിൻ പോകുമ്പോഴും അടുത്ത ട്രെയിനുകൾ ഇവിടെ എത്തുമെന്നുള്ളതാണ്. നാട്ടിലേക്ക് പോകാനുള്ള ഒരു തിടുക്കം എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം സ്പെഷ്യൽ ട്രെയിനുകളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. അത് ഏറെ സഹായകരമാണ് എന്നുള്ളതും ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത്തവണത്തെ മടക്കം. വളരെ ആത്മസംതൃപ്തിയോടെ സന്തോഷത്തോടെയാണ് മടക്കം. നല്ല സന്തോഷത്തോടെ ഇപ്രാവശ്യം തൊഴുത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ട്രെയിൻ എടുക്കാറായി. ഇനി നേരെ വീട്ടിലോട്ടല്ലേ? പിന്നല്ലാതെ വീട്ടിലോട്ടാ. എന്തായാലും എവിടെയാ ഇറങ്ങുന്നേ? കൊല്ലം. എല്ലായിടത്തും സ്റ്റോപ്പുകൾ ഉണ്ടല്ലോ. ഉണ്ട്. സൗകര്യമൊക്കെ ഉണ്ടോ? ഉണ്ട്.
അതുതന്നെയാണ് അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറെ സഹായകരമായിട്ടുള്ള രീതിയിലാണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ എന്നുള്ളത്. അതുതന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഈ സ്പെഷ്യൽ ട്രെയിൻ അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് യാത്ര തിരിക്കും. ഓരോ സ്റ്റോപ്പുകളിലായി ഭക്തരെ ഇറക്കും. അത് കഴിഞ്ഞ ശേഷം അടുത്ത ട്രെയിനുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം വഴി ആലപ്പുഴ വഴിയൊക്കെ പോകുന്ന വിവിധ ട്രെയിനുകൾ. അതിൽ ഭക്തരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ നിയന്ത്രിച്ച് കയറ്റുവാൻ അടക്കം ഉദ്യോഗസ്ഥരടക്കമുണ്ട്. റെയിൽവേ പോലീസ് RPF എല്ലാം സജീവമായി തുടരുന്നു. ഇവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭക്തർ കൂടുതലായി ഈ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഭക്തരുണ്ട്, ലക്ഷക്കണക്കിന് ഭക്തരുണ്ട്. ഈ ട്രെയിനിനെ ആശ്രയിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട്. അവരൊക്കെ തന്നെ പൊങ്കാലയുമായി അങ്ങനെ മടങ്ങാനുള്ള ഒരു സാഹചര്യം, അത് കൃത്യമായും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം കൂടെയാണ്. അവരങ്ങനെ വീട്ടിലേക്ക് പോകാനായി ആ പൊങ്കാലയും അതൊക്കെയായി വരുമ്പോൾ വലിയൊരു കൂട്ടം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. കുഞ്ഞുങ്ങളായും അമ്മമാരും ഒക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്ന ഭക്തരുടെ ദൃശ്യമാണ് ഇത്. അത് റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിന്നാണ്. തങ്ങളുടെ ട്രെയിൻ കണ്ടെത്തി അതിലേക്ക് കയറി എല്ലാ ട്രെയിനുകളും എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുമെന്നത് ഏറെ സഹായകരമായി തന്നെ ഭക്തരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷം ഇവിടേക്ക് എത്തണമേ എന്നുള്ള കാത്തിരിപ്പാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. അതങ്ങ് കണ്ണൂർ മുതൽ കോഴിക്കോട് മുതലൊക്കെ ഉള്ള ഒരുപാട് ഭക്തരെ നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇത്തവണ അനന്തപുരിയിലേക്ക് എത്തിയപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. എന്താ അവിടെ നേരത്തെ കരഞ്ഞു, അതിനുശേഷം ഇപ്പോഴും അയ്യോ കരയല്ല, മുഖം കഴിയതാണ്. സന്തോഷമാണ്, അമ്മയുടെ അടുത്ത് വന്ന സന്തോഷമാണ് ഞങ്ങൾക്ക്. കൊല്ലത്തിനാണെങ്കിലും പിന്നെ 100 രൂപ കൊടുക്കണം ഞങ്ങൾ. എന്തായാലും ഇനി അടുത്ത വർഷം വരും. അടുത്ത വർഷം അത്തില്ലെങ്കിൽ അടുത്ത വർഷവും വരും. വർഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരും. അതിനേതാ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്പെഷ്യൽ ട്രെയിൻ ഇപ്പോൾ എടുത്തിരിക്കുന്നു. ഇവിടെ നിന്നും ഒരുപാട് ഭക്തർ അങ്ങനെ പോവുകയാണ്. എല്ലാവരും അങ്ങനെ വളരെയധികം അടുത്ത വർഷം കാണാം, അടുത്ത വർഷം വരും, ജീവിച്ചിരിക്കാമെങ്കിൽ വരും. അതുതന്നെയാണ് എല്ലാവരും അങ്ങനെ ഭക്തരൊക്കെ അങ്ങനെ പറയുകയാണ്. അടുത്ത വർഷവും ഇവിടേക്ക് എത്തുമെന്നുള്ളത്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോരുത്തരുടെയും മടക്കം. അവരൊക്കെ ഇപ്പോൾ നമ്മളോട് യാത്ര പറഞ്ഞ ഇവിടെ നിന്ന് പോവുകയാണ്. ഓരോ വിവിധ ജില്ലകളിലായി നിന്ന് എത്തിയവരാണ്. എന്തായാലും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ആത്മസംതൃപ്തിയോടുകൂടി മടങ്ങുന്ന ഓരോ ഭക്തരും സന്തോഷത്തോടു കൂടി നമ്മളോട് പ്രതികരിച്ചിട്ട് മടങ്ങുന്നതാണ് കാണുന്നത്. സ്പെഷ്യൽ ട്രെയിനുകൾ, അതായത് റെയിൽവേ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സഹായകരമാകുന്ന രീതിയിൽ ട്രെയിനുകൾ അനുവദിച്ചു. ആ ട്രെയിനുകളിൽ കയറിയാണ് ഭക്തരുടെ മടക്കം. അങ്ങനെ അനന്തപുരിയോട് യാത്ര പറഞ്ഞ് മടങ്ങുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഇനിയും വരാനാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മടങ്ങുന്ന ഭക്തർ അവർ ഈ ട്രെയിനിൽ കയറി യാത്ര തിരിക്കുകയാണ്. അടുത്തിനി ഒരുപാട് ഭക്തർ നിൽക്കുന്നുണ്ട്, അടുത്ത ട്രെയിനിനായി കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വശത്തേക്ക് നോക്കിയാൽ തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിൻ കാണാം. ആ തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ പൊങ്കാല അർപ്പിച്ച ശേഷം തിരികെ മടങ്ങാനുള്ള ഒരു കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം ഈ ട്രെയിൻ കൂടെ എടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിനുകൾ വരുമെന്നുള്ളതാണ്. എന്തായാലും നിരവധി ട്രെയിനുകൾ ഇത്തവണ ഇവിടെ ഭക്തർക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് എല്ലാ തരത്തിലുമുള്ള നന്ദി അറിയിക്കുകയാണ് ഭക്തർ. എന്തായാലും ഇത്രയും അധികം ഭക്തരെ ഒരുമിച്ച് തന്നെ ഇവിടെ അനന്തപുരിയിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും തിരിച്ച് അവരുടെ മടക്കയാത്ര സുഖകരമാക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അത് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വളരെയധികം ഭക്തിയാദരപൂർവ്വം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഇവിടെ എത്തി നിൽക്കുന്ന ഭക്തരാണ്. എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം. അടുത്ത ട്രെയിനിന് വേണ്ടി കാത്തുക. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ? കുഴപ്പമില്ല, നല്ല രീതിയിലായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. അടുത്ത വർഷം അതേ ഒറ്റ വാക്കാണ്, എല്ലാവരും അടുത്ത തവണയും വരും എന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞു വെക്കുന്നത്. കാരണം മറിച്ചൊന്നുമല്ല, കാരണം ആറ്റുകാലമ്മയ്ക്ക് മുന്നിലേക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എല്ലാ തവണയും ഇവിടെ എത്തി തങ്ങളുടെ മനസ്സ് നിറയെ പൊങ്കാല അർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ളത്. അതുതന്നെയാണ് ആറ്റുകാലമ്മയെ സംബന്ധിച്ചിടത്തോളം ലോക പ്രശസ്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആർജിച്ചു കഴിഞ്ഞ ഒരു പൊങ്കാല മഹോത്സവം. ആ ഒരു
പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് വിദേശത്ത് നിന്ന് അടക്കം നിരവധി പേരെത്തുന്നു. അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരെത്തുന്നു. അവർക്കൊക്കെ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അവരെയൊക്കെ അതിഥികളായി ക്ഷണിച്ചുകൊണ്ട് ഇവിടെ അനന്തപുരിയിലുള്ള ഒരുപാട് പേർ അതിനുവേണ്ട സംവിധാനം ഒരുക്കുന്നു. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകുന്നു. എന്തായാലും പലതരത്തിലുള്ള വിഷമകഥകൾ ആദ്യ ഘട്ടങ്ങളിൽ, അതായത് ഉത്സവം തുടങ്ങിയ ഘട്ടങ്ങളിൽ കുടിവെള്ളത്തിൻ്റെയൊക്കെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടായി. അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് നഗരസഭയുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഭക്തർക്ക് ഇത്രയധികം സംതൃപ്തിയോടുകൂടി മടങ്ങാൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരൊക്കെ തന്നെ പൊങ്കാലയർപ്പിച്ച് തങ്ങളുടെ വീടുകളിലേക്ക്, അതായത് അവിടെ കുട്ടികളൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും, അവരെയൊക്കെ നോക്കിയാണ് പോകുന്നത്. വീട്ടിലെ ആളുകളൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ ഇത്തവണ ഉള്ളത്? ഇത്തവണ വെച്ചത് മണ്ടപ്പുറ്റുണ്ടാക്കി, പിന്നെ കടുംപായസം വെച്ചു, പിന്നെ വയണയപ്പം ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളുമായി തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുന്ന ആളുകളാണ്. എന്തായാലും ഈ മടക്കയാത്ര എന്ന് പറയുന്നത് അത് സ്ഥിരമായൊരു മടക്കയാത്രയല്ല, താൽക്കാലികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു വർഷത്തെ ഗ്യാപ്പേ ഇതിനുള്ളൂ. അടുത്ത വർഷം ഇതേ സമയം, അതായത് ഈ പൊങ്കാല സമയം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് അവർ ഓരോരുത്തരും. അത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള സംവിധാനം, RPFൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം, അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണം, എല്ലാ വിധത്തിലും അനന്തപുരിയിലെ ഈ തമ്പാനൂർ, ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആകെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. അവരിനി മടക്കയാത്ര പല ജില്ലകളിലായി പോയി എത്തുന്നവരുണ്ട്. അവരൊക്കെ തന്നെ അവർക്ക് സഹായമായിട്ട് ഇവിടേക്ക് എത്തിയ കുടുംബാംഗങ്ങളുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ, അതായത് 2 ദിവസം മുമ്പേ തന്നെ ഇവിടേക്ക് വിവിധ ജില്ലകളിൽ നിന്നായും ഭക്തരെത്തിയിരുന്നു. അവരൊക്കെ പൊങ്കാലയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളിലായിരുന്നു. കാരണം അനന്തപുരിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വിഭവങ്ങളെ പറ്റി കൂടുതലായി അറിയാം. പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർ അത് പഠിച്ചെടുക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ഓരോ വിഭവങ്ങളായി അവർ ഇങ്ങനെ പുതുതായി ഉണ്ടാക്കുകയാണ്. അതായത് അമ്മയ്ക്ക് അർപ്പിക്കാൻ വേണ്ടി അങ്ങനെ മണ്ടപ്പുറ്റിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട്, തെരളിയുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അതൊക്കെ തന്നെ ഇവിടെ പൊങ്കാല അർപ്പിച്ച് മടങ്ങുകയാണ്. എന്തായാലും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടാണ് മടക്കം. അവരൊക്കെ തന്നെ ഈ ട്രെയിനിന് വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നു. എവിടെ വീട്? പരവൂരിലേക്ക് പോയി ഇതെല്ലാ സാധനവും റെഡിയാണ്. പൊങ്കാല, പുറ്റ് എല്ലാം ഉണ്ട്. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷവും വരും. 13 വർഷം കൊണ്ടേ വരുന്നു. വേറെ വിഷമങ്ങളൊന്നുമില്ല? ഒരു വിഷമവും ഇല്ല. അമ്മ ഓരോ കൊല്ലവും സന്തോഷം. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വിഷമവും ഇവിടെ ഒരു ഭക്തരും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഇത്തവണ ഒരുക്കി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇപ്പോൾ യാത്രാ സൗകര്യമായാൽ തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ട്രെയിനുകളെ സംബന്ധിച്ചിടത്തോളം ഭക്തരിവിടെ എത്തുമ്പോൾ അവർക്ക് ട്രെയിൻ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് അവരെ കൊണ്ടുപോകാനായി. അങ്ങനെ അവർ വന്നു, ആ സ്പെഷ്യൽ ട്രെയിനിൽ കയറി. കുറേയധികം ഭക്തർ ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞു. ഇനി അടുത്ത ഭക്തർ എത്തുമ്പോൾ അവർക്ക് വേണ്ടി അടുത്ത ട്രെയിൻ ഇവിടേക്ക് വരും. നമുക്ക് അടുത്ത ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കാത്തിരിപ്പിലാണ് ഈ എല്ലാവരും. അതായത് അതിൽ കയറിയവർ അങ്ങോട്ടേക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനിൽ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നോർത്തുണ്ട്. അതോടൊപ്പം തന്നെ സൗത്തിലേക്ക് പോകുന്ന ആൾക്കാർ മറ്റൊരു ട്രെയിനിലുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ബാലരാമപുരമായാലും നെയ്യാറ്റിൻകരയായാലും പാറശാലയായാലും, അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോഴുള്ള കുഴിത്തറയായാലും, അത് കഴിഞ്ഞ് അങ്ങ് നാഗർകോവിൽ വരെയൊക്കെയുള്ള ഭക്തർ, പിന്നീട് അങ്ങ് ചെന്നൈയിലേക്കൊക്കെ പോകേണ്ട ഭക്തർ ഇതിലുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ നിന്നും മടങ്ങുകയാണ്. അനന്തപുരിയോട് മടക്കയാത്ര പറഞ്ഞ് അവർ പോകുകയാണ്. അവരുടെ മനസ്സിലൊക്കെ സന്തോഷം തന്നെയാണുള്ളത്. മറ്റൊന്നുമല്ല, അമ്മയ്ക്കിങ്ങനെ ഇത്രയധികം നന്നായിട്ട് പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞല്ലോ, ഇനി എല്ലാ വർഷവും അവർക്ക് പൊങ്കാല അർപ്പിക്കണമേ എന്നുള്ള ഒരു വിചാരത്തോടു കൂടി മടങ്ങുന്ന ഭക്തർ. എന്തായാലും അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ മുതൽ തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾ. അതുതന്നെയാണ് ആറ്റുകാലമ്മേ ശരണം, അമ്മയെ ശരണം, ദേവി ശരണം എന്നുള്ള മന്ത്രധ്വനികളോടുകൂടി, ആ ദേവീ സ്തുതികളോടുകൂടി അങ്ങനെ കാത്തിരുന്നവർ അവരുടെ പൊങ്കാല അർപ്പിച്ചുകൊണ്ട്, അമ്മയ്ക്ക് മനസ്സറിഞ്ഞ് പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ആത്മസംതൃപ്തിയോടുകൂടെ അനന്തപുരിയിൽ നിന്നും മടങ്ങുന്ന മടക്കയാത്ര. അതുതന്നെയാണ് എല്ലാ തരത്തിലും ജനങ്ങളൊക്കെ പറയുന്നതും അവരുടെ മറുപടികളുമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ആറ്റുകാലമ്മ എന്ന് പറയുന്ന ആ ഒരു ശക്തി, ആ ഒരു വിശ്വാസം, അത് തന്നെയാണ് അവരുടെ മനസ്സിനെ എന്നും ഇവിടേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനി തുടരുമെന്ന് തന്നെയാണ് എല്ലാ
എല്ലാവരും അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അത്രയധികം സന്തോഷത്തോടു കൂടി പൊങ്കാലയർപ്പിച്ച് ആയിക്കോട്ടെ ചൂടായിക്കോട്ടെ എന്തായാലും അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരങ്ങനെ പൊങ്കാല അർപ്പിച്ചു എന്നുള്ളതാണ്. ആ പൊങ്കാലക്കാലത്തിൽ അങ്ങനെ പൊങ്കാല തിളച്ചു മറിയുമ്പോൾ കൈകൂപ്പി നിന്നുകൊണ്ട് ആറ്റുകാലമ്മയെ വിളിക്കുന്ന അമ്മമാരെ കാണുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ആ ഭക്തി എത്രത്തോളമാണോ അവരുടെ കണ്ണുകളിൽ നിന്ന് വീഴുന്ന ആ ആനന്ദ കണ്ണീർ, അത് തന്നെയാണ് അവരുടെ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ സന്തോഷങ്ങളും അടക്കം ആറ്റുകാലമ്മയോട് പങ്കുവച്ചിട്ടാണ് അവർ പോകുന്നത്. ആ പൊങ്കാല വഴിപാടിലൂടെ പങ്കുവച്ച ശേഷമാണ് അവരുടെ ഓരോരുത്തരുടെയും അടക്കം അവരൊക്കെ സന്തോഷത്തോടു കൂടി അങ്ങനെ മടങ്ങുന്നത് കാണുമ്പോൾ അനന്തപുരിക്കും സന്തോഷമാണ്. അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ള ആ ഒരു ആറ്റുകാലമ്മയെന്ന ആ ഒരു ചൈതന്യം അത് തന്നെയാണ്. ഇനി എല്ലാ വർഷവും ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ ഇതുപോലെ തന്നെ കഴിയണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ കൂടെയാണ് ഇവിടെയുള്ള ആളുകളും. അനന്തപുരിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പൊങ്കാല അർപ്പിക്കുന്നത് സ്ത്രീ ഭക്തജനങ്ങളാണെങ്കിലും അതിന് പുറകിലായി വലിയൊരു സംഘം, അതായത് ഇപ്പോൾ നഗരസഭയായിക്കോട്ടെ അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളായിക്കോട്ടെ അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ സേവാഭാരതി അടക്കമുള്ള സംഘടനകൾ അത്രയധികം സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ പിന്തുണ ഈ പൊങ്കാലയുടെ മറുഭാഗത്തുണ്ട്. അതുതന്നെയാണ് നഗരസഭയായാലും എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ ഇവിടെയുള്ള ഭക്തർക്ക് നൽകി കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവരിലെ സന്തോഷവും. കാരണം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നില്ല എന്നവർ പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനം അവരുടെയൊക്കെ പ്രയത്നം തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത് നല്ല രീതിയിൽ ഇപ്പോൾ സമാപിക്കുവാനുള്ള, അതായത് ഈ ഭക്തർക്ക് ഇവിടെ നിന്നും മടങ്ങിപ്പോകാനുള്ള ഈ ചിരിച്ച മുഖത്തോടു കൂടി പോകുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാത്തിരിക്കുന്നത് അടുത്ത ട്രെയിനിന് വേണ്ടിയാണ്. റെയിൽവേ മന്ത്രാലയം അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ അത് ഓരോ സ്റ്റോപ്പുകളിലും ഭക്തരെ ഇറക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭക്തർക്ക് വേണ്ടി എത്രത്തോളമാണ് ഇവിടെ ഉള്ള ക്രമീകരണങ്ങൾ എന്നുള്ളത്. നമുക്ക് അടുത്ത ട്രെയിൻ കാണുമ്പോൾ മെമു ആണ്. ആ മെമുവിലേക്ക് ഭക്തർ കയറുമ്പോഴേക്കും അവരെയും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എന്നതാണ്. എന്തായാലും വിവിധ ജില്ലകൾ ഓരോ ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആ കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളതാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്താ പേരെന്താ കുട്ടിയുടെ? കണ്ടോ പൊങ്കാല കണ്ടോ? പായസം കുടിച്ചോ? വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരൊക്കെ പോകുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? പരൂര്. ആദ്യമായിട്ടാണ് കുട്ടിയൊക്കെ കൊണ്ടുവരുന്നത്? നേരത്തെ അതെ. ഇനി അടുത്ത വർഷം കൊണ്ടുവരും? അതെ അതെ. എല്ലാ സൗകര്യമായിരുന്നു? എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ അർപ്പിച്ചു. അതെ അതെ. അമ്മ എങ്ങനെ? നന്നായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ആ കാര്യം തന്നെയാണ്. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അവർക്ക് ലഭ്യമായി എന്നുള്ളത് തന്നെയാണ്. പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംതൃപ്തിയോടുകൂടി പോകുന്ന നിമിഷമാണ്. അവരുടെ ഈ മടക്കയാത്ര എന്ന് പറയുന്നത് സ്വാഭാവികമായും എല്ലാ സാധനങ്ങളുമായി അവരുടെ ഓരോ കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് തിരികെ യാത്ര പോവുകയാണ്. അപ്പോൾ പൊങ്കാലയിൽ ഉണ്ടായിട്ടുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് അവരങ്ങനെ മടക്കയാത്ര വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ കാത്തിരിക്കുന്നവരെ കാണുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഓരോരുത്തരും അമ്മമാരൊക്കെ പൊങ്കാലയിട്ട് തിരികെ വരുമ്പോൾ അവരിൽ നിന്ന് അവരുടെ ആ സഞ്ചിയിൽ എന്താകുമെന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാകും. കാരണം പായസമാണോ അല്ലെങ്കിൽ തെരളിയാണോ അല്ലെങ്കിൽ മണ്ടപ്പുറ്റാണോ പൊങ്കാലയാണോ എന്തെന്നില്ലാത്ത ഒരു ആകാംക്ഷയുണ്ടാകും. ആ ആകാംക്ഷയിൽ ഒരുപാട് പേരങ്ങനെ കാത്തിരിക്കുന്നുണ്ടാകും. അപ്പോൾ ആ തരത്തിൽ അമ്മമാരൊക്കെ ഇവിടെ നിന്നും പോകുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സന്തോഷവും ഈ തെരളിയിലൂടെയും പൊങ്കാലയിലൂടെയും പായസത്തിലൂടെയും ഒക്കെ പകർന്നു നൽകുമെന്നുള്ളതാണ്. അവരൊക്കെ തന്നെ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം തന്നെയാണ് നമ്മളോട് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് ആറ്റുകാലമ്മ എന്ന് പറയുമ്പോൾ ഓരോ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അമ്മയെപ്പോലെ കാണുന്ന ആ ഒരു കാഴ്ച, അതായത് അത് തന്നെയാണ് നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലും നിന്നും അറിയാൻ പറ്റുന്നത്. ആറ്റുകാലമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ്. സന്തോഷമായിട്ട് വന്ന് ഞങ്ങൾ പൊങ്കാല ഇട്ടത് സ്വന്തം ഞങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചും തന്നിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുക. അമ്മയ്ക്ക് മുന്നിൽ വരും, എല്ലാ വർഷവും വരും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതാണ് ഇവിടെ വരുമ്പോൾ. ആ എന്താ പറയുന്നത്, കാണാനുള്ള കാഴ്ചകളും ഫുഡായാലും ഒന്നിനും ഒരു കുറവും വരുന്നില്ലല്ലോ. അപ്പോൾ സന്തോഷം തന്നെ, മനസ്സ് നിറഞ്ഞാൽ പോകുന്നത്.
തീർച്ചയായും മനസ്സറിഞ്ഞുള്ള മടക്കയാത്ര തന്നെയാണ് അമ്മയെ കണ്ട് അമ്മയെ ദർശിച്ച് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചുള്ള മടക്കയാത്ര. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വിവിധ പ്ലാറ്റ്ഫോമുകളിലായി വിവിധ ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിനുകൾ അങ്ങനെ കാത്തു കിടക്കുന്നത് ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നിന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞു. അടുത്ത ട്രെയിൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. അതോടൊപ്പം തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിലായി കിടക്കുന്ന ട്രെയിനുകൾ ഓരോ ഭാഗത്തേക്ക് കൃത്യമായും ഭക്തരെ നിയന്ത്രിച്ച് ആ ട്രെയിനിനുള്ളിലേക്ക് കയറ്റിയ ശേഷം ആ ട്രെയിൻ എടുക്കുന്നു. അത് കൃത്യഭാഗത്തേക്ക്, അതായത് തമിഴ്നാട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്ക് അടക്കം പോകുന്ന ട്രെയിനുകളാണ്. അതോടൊപ്പം തന്നെ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ഭക്തരെ കയറ്റുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണമുണ്ട്. കാരണം ഒരുമിച്ച് വരുന്നവരാണ്. ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായും അവരുടെയൊക്കെ തലയിൽ ഉള്ളത് ഈ ഒരു പൊങ്കാല കലങ്ങളും അതോടൊപ്പം തന്നെ ഈ തിരളിയും ഒക്കെയാണ്. അതൊക്കെ കൊണ്ട് അവരിങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ അവരെ കൃത്യമായി നിയന്ത്രിച്ച് ട്രെയിനിനുള്ളിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ട്രെയിനിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേരങ്ങനെ ഉള്ളിൽ കയറി നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. അപ്പോൾ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. അവരൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ട്രെയിനുകളിൽ കയറുന്നുണ്ട്. എന്തായാലും അവർക്ക് ഇങ്ങനെ ഇരിക്കുന്നതൊന്നും, അതായത് ഇത്രയും നേരം പൊങ്കാല ഇട്ട ശേഷം അവർ നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിടുക്കം, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം കാണുന്ന ട്രെയിനിൽ തന്നെ തിങ്ങി നിറഞ്ഞ് കയറുകയാണ് എല്ലാ ഭക്തരും. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കം തന്നെയാണ് നമ്മൾ ഓരോ ഭക്തരിലും കണ്ടത്. അങ്ങനെ അമ്മമാരൊക്കെ പൊങ്കാല ഇട്ട ശേഷം ഇവിടേക്ക് എത്തിയ നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാരും ഇതിനിടയിലുണ്ടെങ്കിൽ അവരെയും കൃത്യമായും നിയന്ത്രിച്ചുകൊണ്ട് ട്രെയിനുകളിൽ കയറ്റാനുള്ള ഒരു സംവിധാനം ഇവിടെ RPF ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഭക്തരുടെ